നിങ്ങൾ ആലപ്പുഴ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വയനാടിൻ്റെ ഉൾവനങ്ങളിൽ നിന്നൊരു ആദിവാസി സഹോദരൻ വന്ന് സാക്ഷ്യം പറഞ്ഞു വിടാം. അദ്ദേഹത്തിൻ്റെ വിഷയം എന്താണ്? അരിവാൾ രോഗം, സോറിയാസിസാണ്. 7 കൊല്ലമായിട്ട് സോറിയാസിസാണ്. ഞാൻ സിംഗപ്പൂരിൽ പോകുന്ന മുമ്പ് കേട്ട സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ അറിയാം. ഞാൻ വയനാട്ടിൽ ധ്യാനിപ്പിക്കാൻ പോയതാണ്. അപ്പോൾ എനിക്ക് കാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വണ്ടി ആൾക്കാരുടെ കൂടെ കാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഊരൊക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ അപ്പോൾ എനിക്കറിയാം ഈ സ്ഥലങ്ങളുടെ കിടപ്പൊക്കെ വശമൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ ഉൾവനങ്ങളിൽ നിന്ന് അവിടെ റോഡുമില്ല, ഒന്നുമില്ല, നടന്നു പോകണം. ചിലപ്പോൾ ഒറ്റടിപ്പാത, ചിലപ്പോൾ ഒരു തോട്, വരണ്ട തോട്, പിന്നെ ഒരു കുഞ്ഞു പാലം, നമ്മൾ ചവിട്ടി പിടിച്ചൊക്കെ നമ്മൾ പോകണം. അപ്പോൾ ആ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ മന്ത്രങ്ങൾ ചെയ്തു, മരുന്നുകൾ ചെയ്തു, കർണാടകയിൽ പോയി സിദ്ധവൈദ്യനെ കണ്ടു, എന്നിട്ടും മാറിയില്ല. ഉടമ്പടി 7 വർഷമായിട്ട് മാറാത്ത രോഗം ഉടമ്പടി എടുത്തപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ട് ആ രോഗം മൊത്തം മാറി. സോറിയാസിസും അരിവാൾ രോഗവും. അപ്പോൾ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം ഇങ്ങനെ നിലനിന്ന് ഭരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം ഈ 15-16 ഗുരുതരമായ ഒരു വിഷയമാണ്. ആ 15-16 ഒന്നുകൂടി വായിച്ചേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതാണൊരു വിഷയം. കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുമ്പോഴും അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോഴും നിങ്ങൾ ഓർക്കും ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി, ഞങ്ങൾ ഉടമ്പടി എടുത്തെന്ന് പറയാം. അങ്ങനെ പറയരുതെന്നാണ് പറയണത്. പ്രശ്നമുള്ളവർ എന്ത് മാത്രം ഉണ്ട് ഇവിടെ? ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി, ഞാൻ പ്രശ്നം മാറാൻ ഞങ്ങൾ ഉടമ്പടി എടുത്തെന്ന് പറയരുത്. മറിച്ച് എന്താണ്? ഉടമ്പടി എടുക്കാൻ ദൈവം എന്നെ ക്ഷണിച്ചു. കൈയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ഞാൻ ഓർക്കുകയെ ഞാൻ സിംഗപ്പൂരിൽ ചെന്നപ്പോൾ എല്ലാവരും ഉടമ്പടി എടുത്ത് പകുതിയോളം പേര് 10-600 പേര് ധ്യാനത്തിലുണ്ടായിരുന്നെങ്കിലും 10-300 പേർ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി അവസാനം കാശ്രയം കൊടുക്കണത് വിദേശ രാജ്യങ്ങളിലേക്ക് ആശയം കൊടുക്കുന്നത് ഞാൻ നേരിട്ടാണ് കൊടുക്കുന്നത്. കാരണം അവരെ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. നിങ്ങളെ ഇനി എപ്പോഴെങ്കിലും എനിക്ക് കാണാമല്ലോ. അപ്പോൾ അവിടെ ഞാൻ നേരിട്ട്, കാരണം അവരെ ഒരിക്കലും ചിലപ്പോൾ കാണത്തില്ല. അവരേതോ രാജ്യത്തുള്ള ആൾക്കാർ അവർ നാട്ടിൽ വന്നാൽ തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരവിടെ വെച്ച് തന്നെ കാശ്രയം ഞാൻ കൊടുത്ത് ബ്ലെസ് ചെയ്യും. അപ്പോൾ ഞാൻ കാശ്രയം ബ്ലെസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ അടുത്ത് വരുന്ന കാശ്രയം ബ്ലെസ് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഷീബ എന്നും പറഞ്ഞൊരു മോള്. ഞാൻ പറഞ്ഞു, ഇടി നീ കൃപാസനത്തിന് അടുത്ത താമസിച്ച് സിംഗപ്പൂർ ഒന്ന് ഉടമ്പടി എടുക്കണം. ഇവളെൻ്റെ ഇടവക്കാരത്തിയാണ്. ഞാൻ അപ്പുറത്തെ പള്ളി ഇരിപ്പുണ്ടായിരുന്നില്ല 6 കൊല്ലം. അപ്പോൾ അവിടെ ഇവർക്ക് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നാണ്. ഞാൻ പോയി വെഞ്ചരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്ന് നീ നാട്ടിൽ ജീവിച്ച കാലത്തൂടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. ഇപ്പോൾ അവൾ സിംഗപ്പൂർ എത്തിയിട്ട് അവിടെ പോയി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പം നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ ഇന്ന് പോലും പകുതിയോളം ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടില്ല. ഈ കൃപാസനം ഇത്രയും മൂക്കുമുട്ട കടന്നിട്ട് പോലും ഉടമ്പടി എടുക്കാൻ ചില ആൾക്കാരെ ഈശോ വിളിച്ചിട്ടില്ല. അതാണ് വിഷയം. ഈ കോരവനത്തിൽ കിടക്കുന്ന ആദിവാസിയെ കർത്താവ് വിളിച്ചുകൊണ്ട് വന്ന് സാക്ഷ്യം പറയിപ്പിച്ചു. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം. മുട്ടനിക്കുക ദാനപീഠകമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ,
കണ്ണുകളടച്ച് കർത്താവിനെ അനുഭവിക്കട്ടെ. കർത്താവ് നൽകിയ അഭിഷേകത്തിനായി നന്ദി പറയട്ടെ. കർത്താവ് നൽകിയ ശക്തിക്കായി നന്ദി പറയട്ടെ. കർത്താവ് നൽകിയ ധൈര്യത്തിന് നന്ദി പറയട്ടെ. യോശുവയെ ശക്തിപ്പെടുത്തിയ പോലെ, മോസസിനെ ശക്തിപ്പെടുത്തിയ പോലെ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തിയ സമയമാണ്. ധൈര്യത്തിൻ്റെ അഭിഷേകത്തിനായി, ശക്തിയുടെ അഭിഷേകത്തിനായി ഹൃദയം നിറഞ്ഞ് നമുക്ക് നന്ദി പറയാം. ആൽബത്തോടെ എല്ലാവരും, ഓരോ മനുഷ്യരും ആലപിച്ചുകൊണ്ട് ആൽബത്തോടെ മൂളിക്കൊണ്ട് പ്രാർത്ഥനയുടെ ഭക്തിയുടെ താളങ്ങളെ കർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിലേക്ക് വരവേൽക്കുക. എന്തെങ്കിലും വിഷയങ്ങൾ മക്കൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈശോയുടെ പരിശുദ്ധയുടെ മധ്യസ്ഥ ഈശോയുടെ പറയുക. അച്ഛൻ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, അച്ഛൻ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈശോയോട് പറയാം. അതിനുശേഷം സമാപനാശീർവാദം. ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഒഴിച്ചാണ് അച്ഛൻ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നത്. അത് മുൻകൂട്ടി അച്ഛനുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി 2 ദിവസത്തിന് മുമ്പെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ട് അച്ഛനുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. സമാപനാശീർവാദം. ഉടമ്പടിയിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ബലിപീഠത്തിലോട്ട് നമ്മളെ വിളിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. Oh
സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മയോടും അപ്പായോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീകല. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ 8ാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഇന്ന് നടന്നത്. ഞാൻ സാക്ഷ്യം പറയുന്നത് 2ാമത്തേതാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇടതുകാലിൽ ഒരു 5-6 മാസമായിട്ട് പഴുത്ത് കാല് നിലത്ത് കുത്താൻ പറ്റാത്തതുപോലെ ഭയങ്കര വേദനയും പഴുപ്പും. അപ്പോൾ എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കാല് പഴുത്തിരിക്കുന്നത് ഷുഗറിൻ്റേതാണ്, തീർച്ചയായിട്ടും വിരൽ മുറിച്ച് കളയേണ്ടതായിട്ട് വരും കൊണ്ട് കാണിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. നന്നായിട്ട് പഴുപ്പുണ്ട്. അപ്പോൾ എനിക്ക് കാല് താഴോട്ട് കുത്താനേ വയ്യ. അപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടു, മരുന്ന് വാങ്ങി, കുറവില്ല. അതുപോലെ തന്നെ നല്ല വേദന, ചെരുപ്പ് പോലും ഇടാൻ വയ്യ. ഞാനൊരു ടീച്ചറാണ്, സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്നും വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉടമ്പടിയിലല്ലേ, എന്നെ ഇത്രയും വേദന എടുപ്പിക്കുന്നത് എന്തിനാണ്? ഉടമ്പടിയിലിരിക്കുമ്പോൾ എനിക്കിത് ഒന്ന് കുറച്ച് തന്നൂടെ? ഞാൻ ഈ മരുന്നെല്ലാം നിർത്തി ഉടമ്പടി തൈലവും ഉപ്പൂടെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് ധ്യാനത്തിൽ പങ്കെടുക്കണം, എൻ്റെ ഈ കാല് കൊണ്ടുവന്ന് അമ്മയൊന്ന് കാണിക്കണം. അങ്ങനെ ഞാനിവിടെ അച്ഛൻ്റെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തു. ആ ധ്യാനത്തിലെ രോഗസൗഖ്യത്തിൽ ഞാൻ കരഞ്ഞു പറഞ്ഞു, അമ്മേ. അപ്പോൾ അപ്പ വന്ന് നമ്മളെ തൊടുന്ന ഒരു അവസ്ഥ, ആ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, അപ്പ എന്നെ ഒന്ന് വന്ന് തൊടപ്പ, എൻ്റെ ഈ വേദന മാറ്റി, എനിക്ക് ഈ വേദന രാത്രിയിൽ ഉറക്കമില്ല, എത്രയോ ദിവസങ്ങളായി കരഞ്ഞുകൊണ്ടാണ് ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്പ എന്നെ ഒന്ന് തൊടപ്പാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെവിയിൽ ഒരു നല്ല പുരുഷ ശബ്ദം, എന്നുള്ളൊരു ശബ്ദം എൻ്റെ ചെവിയിലോട്ട്. അപ്പോൾ ഞാനവിടെ അങ്ങേയറ്റത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, ആരാണ് ഈ ശബ്ദം? നല്ല ഘനഗംഭീരമായിട്ടുള്ളൊരു പുരുഷൻ്റെ ശബ്ദമാണ്. അടുത്തെങ്ങും ആരും പുരുഷന്മാരൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ആ സൗണ്ടൊന്ന് കേൾക്കണം. പെട്ടെന്ന് 2ാമത് ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, തീർച്ചയായിട്ടും എൻ്റെ ഈ കാലിലെ വേദന പോകും. അങ്ങനെ ഞാൻ കാലം കൊണ്ട് വീട്ടിൽ ചെന്നു. ഞാൻ ഒരു മരുന്ന് ഉപയോഗിക്കുന്നില്ല, ഈ എൻ്റെ ഉടമ്പടി തൈലോ ഉപ്പും കൊണ്ട് തന്നെ എല്ലാവരും എന്നെ വഴക്ക് പറയുന്നുണ്ട്. ഇത് ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ അമ്മ, ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ അമ്മയ്ക്കും അപ്പായ്ക്കും എൻ്റെ ഈ രോഗം ഭേദമാക്കാനായിട്ട് കഴിയും. ഞാൻ ഇന്നും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലോ ഉപ്പും കൂടെ തേച്ചിട്ടാണ് എന്നും രാവിലെ സ്കൂളിൽ പോകുന്നു പ്രാർത്ഥിച്ചിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ 1-2 ആഴ്ച കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട്, ഇപ്പം നിങ്ങൾക്കറിയാം, എൻ്റെ കാലെനിക്ക് താഴെ കുത്താൻ പറ്റും. നല്ലതായിട്ട് എൻ്റെ കാലിൻ്റെ വേദന പോയി, എൻ്റെ അസുഖങ്ങളെല്ലാം പോയി. എനിക്ക് അമ്മയോട് അപ്പായോടും കോടി നന്ദി പറയുന്നു. കാരണം അത്രമാത്രം വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സ്കൂളിൽ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യമാണ്. ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു പ്രോജക്റ്റ്. അപ്പം ആ പ്രോജക്റ്റ് സ്കൂളിൽ വന്നപ്പം അവിടെ അതിനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് PT എല്ലാം കൂടി തീരുമാനിച്ചു. എനിക്കും സങ്കടകരമായിട്ട് അതിലൊപ്പിട്ട് കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഈ സ്കൂളിൽ ഇത് നടക്കത്തില്ല, ഇതിനുള്ള റൂമില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ ഒപ്പിട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല സൗകര്യമാണ്, തീമനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യത്തിൽ ഈ കുട്ടികൾക്ക് കിട്ടിയ ആ ഒരു പ്രോജക്റ്റ് പോകുമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ ഉടമ്പടിയിലാണല്ലോ, അമ്മയോട് ഞാൻ പറയും, അമ്മ, അപ്പോൾ ഇന്ന് വൈകിട്ട് വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയോട് ഞാൻ പറയും, അമ്മ, എൻ്റെ കുട്ടികൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ നീ ഇത് തിരിച്ച് വേണ്ട എന്നുള്ള അഭിപ്രായത്തിൽ നിന്ന് വേണം എന്നുള്ള അഭിപ്രായത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം മുകളിൽ നിന്നുള്ള അറിയിപ്പ് വന്നു, ഈ സ്കൂളിൽ ഇത് ചെയ്തേ പറ്റൂന്ന്. എല്ലാവരും വേണ്ടെന്ന് ഒപ്പിട്ട് കൊടുത്താണ്. എൻ്റെ അമ്മ പരിശുദ്ധ അമ്മ മാത്രമാണ് അതിന് കാരണം. ആ സ്കൂളിൽ ആ പ്രോജക്റ്റ് വരാനായിട്ട് എനിക്ക് 100% ഉറപ്പുണ്ട്.
ആ പ്രോജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനും ഓരോ 13 തീം അനുസരിച്ചുള്ള ഓരോ ഇടങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അമ്മയോട് പ്രാർത്ഥിച്ച് തന്നെ ഞാൻ ഓരോ തീമിൻ്റെ പ്രോജക്റ്റ് വർക്കിൻ്റെ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ആളിനെ വേണം പ്രോജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് സ്കൂളിലോട്ട് കൊണ്ടുവരേണ്ടത്. എൻ്റെ പരിശുദ്ധ അമ്മ അതിനും എന്നെ സഹായിച്ചു. തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സ്കൂളിന് അനുയോജ്യമായിട്ട് നല്ല ഒരു വർക്കറെയാണ് കൊണ്ടുവന്നത്. ആ പ്രോജക്റ്റ് എൻ്റെ മനസ്സിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആ 2 റൂമുകളിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായി. എല്ലാം എൻ്റെ അമ്മയാണ്. അതോടൊപ്പം ഈ വെളിയിലുള്ള കളിയിടം അത് ആ റൂമിനോട് ചേർന്ന് വേണം വരാനായിട്ട്. പക്ഷേ ആ റൂമിനോട് ചേർന്ന് വേണ്ട എന്നുള്ളത് വേറെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് മതി എന്ന് പഞ്ചായത്തുകാർ വന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയെ വിളിച്ചു, അമ്മേ ആ റൂമിനോട് ചേർന്നാണെങ്കിൽ കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോജനമുള്ളൂ, അമ്മ ഇത് ഏറ്റെടുക്കണം, അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് അമ്മ ഇത് ഏറ്റെടുക്കണം. അത്ഭുതമെന്ന് പറയട്ടെ, അവർ പഞ്ചായത്തുകാർ പിറ്റേ ദിവസം സമ്മതിച്ചെന്നുള്ളതാണ്. അതും എൻ്റെ അമ്മയാണ് അത്ഭുതം ചെയ്ത്. ആ പ്രോജക്റ്റ് എളുപ്പത്തിൽ ഞാൻ പറയാം, അത് 2.5 വർഷം കൊണ്ടാണ് തീർന്നത്. ഏറ്റവും മനോഹരമായിട്ട് തീർന്നു. ഏറ്റവും നല്ല രീതിയിൽ അത് ഉദ്ഘാടനം ചെയ്തു. നല്ല പരിപാടികളും എല്ലാമായിട്ട് എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ എനിക്ക് ആ പ്രോജക്റ്റ് പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കും സ്കൂളിനും പ്രയോജനപ്പെടത്തക്ക രീതിയിലത് ആക്കി തന്നു. അതിനെ ഏറ്റവും കൂടുതൽ നന്ദി അപ്പായോടും അമ്മയോടും പറയുന്നു. അടുത്ത ഒരു ദിവസം ഞാനിതുപോലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് 7 മണിയായില്ല, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അപ്പോൾ ഞാനോർത്ത് ഫ്രിഡ്ജിൽ നേരത്തെ ഏത്തയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത്തയ്ക്ക ചെന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഏത്തയ്ക്ക ഇല്ല. ഏത്തയ്ക്ക കുട്ടികൾ തിന്ന് തീർത്തു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചെന്നാൽ ചോറുണ്ണാന്നും കണ്ട് അടുക്കളയിൽ ചെന്നപ്പം ചോറും ഇല്ല. അപ്പം ഞാൻ അമ്മയോട് ഓടി വന്നിട്ട് നമ്മുടെ അമ്മയോട് പറയുന്നത് പോലെ, എനിക്ക് അമ്മയും അച്ഛനും ഇല്ല, എൻ്റെ മാതാവാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ, ഇനി ഉണ്ടാക്കി വേണ്ടേ ഞാൻ കഴിക്കാൻ, എനിക്ക് വയ്യ, വിശപ്പ് സഹിക്കാൻ വയ്യ, നിനക്ക് ഏതെല്ലാം ഇറങ്ങി വന്ന് എനിക്കൊന്നും തരാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ് അടുക്കളയിലോട്ട് എത്തിയില്ല. അതിനിപ്പുറം എന്നെ പുറകിൽ നിന്ന് ടീച്ചറേന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടി, ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അതിൻ്റെ കയ്യിലൊരു പാത്രത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ച് ഏത്തക്കയുടെ പായസം, പാലും എല്ലാം കൂടി ഇട്ടുള്ള ഏത്തക്കയുടെ പായസം, നല്ല പായസം ചൂടോട് കൂടി അതിൻ്റെ കയ്യിലിരിക്കുന്നു. ഞാൻ അത് മേടിച്ചിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓടി അമ്മ എടുക്ക ചെന്ന് കരഞ്ഞു പറഞ്ഞു, അമ്മ സോറി, ഞാൻ അമ്മയുടെ സ്നേഹം ഇത്രയും മനസ്സിലാക്കിയില്ലല്ലോ, സോറി അമ്മ എന്ന് പറഞ്ഞിട്ട് ആ പായസം ഞാൻ അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു. ഞാനും കുടിച്ചാനൊരു ഗ്ലാസ്സിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് കൊണ്ടുവച്ചു. അത് പിന്നീട് ഞാൻ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും എൻ്റെ അമ്മയ്ക്കൊരു പാത്രത്തിൽ ഞാൻ അവിടെ കൊണ്ടുവെക്കും. കാരണം എൻ്റെ അമ്മ എന്നെ അത്ര അറിയുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് മുതൽ ഓരോരോ കാര്യങ്ങളും എല്ലാ ദിവസവും, അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ പ്രാർത്ഥിച്ച്, നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഞാൻ ഉടമ്പടിയുടെ തൈലം, വിശുദ്ധ തൈലം കുരിശ് വരച്ച് ആ ഉപ്പിൻ്റെ വെള്ളം 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പേർത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുക്കും. അപ്പോൾ എനിക്കറിയാം ഏത് രോഗം ഉണ്ടെങ്കിലും നമ്മുടെ വീടിന്, നമ്മുടെ ആൾക്കാരെ അത് സ്പർശിക്കത്തില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. ഞാൻ സ്കൂളിൽ പോകുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ടാണ് വഴി നീളെ ആ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കിന് അത് ഒരു നല്ല രീതിയിൽ എൻ്റെ പ്രാർത്ഥന തീർന്നിരിക്കും. പിന്നെ എൻ്റെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം മേടിച്ചു കഴിഞ്ഞാൽ ആ പത്രത്തിൽ നമ്മുടെ വചനങ്ങൾ, ഞാൻ ബൈബിൾ വായിച്ചിട്ട് ആ വചനങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ ഈ വചനങ്ങൾ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള വചനം, എല്ലാം പ്രയോജനം ഇല്ലെന്നുള്ളതല്ല, ചില രോഗികൾക്കുള്ള പ്രത്യേക വചനങ്ങളുണ്ടല്ലോ, അതൊക്കെ പ്രത്യേക ആവശ്യങ്ങളുള്ള ജോലി ആവശ്യമുള്ള വചനം, അങ്ങനെയുള്ള വചനങ്ങൾ എടുത്തിട്ട് ഈ പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ പത്രത്തിനകത്ത് വെക്കും. അകത്ത് വെച്ചിട്ട് ആ പത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ അമ്മയുടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ പത്രം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാശുരൂപം മേടിച്ചുകൊണ്ട് അതും കൊടുക്കും. പിന്നെ എന്താണെങ്കിലും രോഗികളായിട്ടുള്ളവരെ അവർ വീടുകളിൽ ചെന്ന് തന്നെ
ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ ആരുടെയും വീട്ടിൽ അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് ക്രിട്ടിക്കൽ അസുഖമാണ്, അവർക്കൊട്ടും ചികിത്സിച്ച് ഭേദമാവുന്നില്ല, ഞാൻ അവിടെ ഉടമ്പടി തൈലും ഉപ്പും കൊണ്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന പിള്ളേർക്കൊക്കെയാണ് ശ്വാസം മുട്ടൽ അതുപോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ട്യൂഷൻ. അപ്പം ആ സമയത്ത് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയ വെള്ളം അവിടെ ഉണ്ടായിരിക്കും. ആ വെള്ളം ഞാൻ ഈ കുട്ടികൾക്ക് കൊടുക്കും, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ അമ്മയും അപ്പയും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ഞാൻ എൻ്റെ 8ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എൻ്റെ ജീവിതം അവസാനം വരെ ഈ ഉടമ്പടിയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അപ്പായും അമ്മായും എൻ്റെ കൂടെ എൻ്റെ മരണകാലം വരെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആദ്യമായി മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിജയമ്മ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എനിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ഒരു പത്രം കിട്ടി. അത് വായിച്ചപ്പോൾ എനിക്ക് കൃപാസനത്തിലോട്ട് വരണമെന്ന് ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ വന്നു. 2019 ഒക്ടോബർ 2-ാം തീയതി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ഞാനൊരു CSI ക്രിസ്ത്യനാണ്. പിന്നീട് ഒരു പ്രാവശ്യം കൂടെ പുതുക്കി കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. ആ കോവിഡ് കാലഘട്ടത്തിൽ ആണ് ഞാൻ ശരിക്കും ഈ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചത്. ആ സമയത്ത് എനിക്ക് ഈ ഉടമ്പടി ഇവിടുത്തെ ധ്യാന ആരാധനകൾ, ഉടമ്പടി ആരാധനകളും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ എപ്പോഴും കാണുകയും ഉടമ്പടി പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്യുമായിരുന്നു. ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 2020 ഒക്ടോബർ മാസത്തിലെ ആദ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ശക്തമായ ഒരു തണുത്ത കാറ്റ് വന്നടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയിൽ രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കഴുത്തിൽ ഫംഗസിൻ്റെ ഒരു രോഗമുണ്ടായിരുന്നു, ചൊറിച്ചിലും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നോക്കിയപ്പോൾ എൻ്റെ കണ്ണിയിൽ നിന്ന് 2 കാലിൽ കണ്ണിയിൽ നിന്ന് മുകളിലോട്ട് ഡാർക്ക് ബ്രൗൺ കളറിൽ ഇങ്ങനെ അടയാളം ഉണ്ടായിരുന്നു. അത് മുഴുവനും മാറിയതായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരാധനയിൽ അത് മാറിക്കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, കഴുത്തിൽ നല്ല ചൊറിച്ചിലുണ്ട് ഇപ്പോഴും, അത് മാറിയില്ലല്ലോ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് എനിക്ക് മാറിക്കിട്ടി. പിന്നീട് ഞാൻ കോവിഡെല്ലാം കഴിഞ്ഞതിന് ശേഷം 2023 ജനുവരി 15-ാം തീയതി ഒരു ഉടമ്പടി എടുത്തു. പുതിയ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത ദിവസം തന്നെ എനിക്ക് പൊക്കിൽ നിന്നും താഴോട്ട് ഒരു വെയിൻ വലിയുന്ന പോലെ ശക്തമായ വേദന അനുഭവപ്പെട്ടിരുന്ന സമയമായിരുന്നു അത്. 1 മണിക്കൂറിൽ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ആ വേദന വരും. അങ്ങനെ ആ സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ആ സമയം മുതൽ ഇതുവരെയും എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. പിന്നീട് എല്ലാ ആരാധനയും ഞാൻ ചൊവ്വാഴ്ച ദിവസം തന്നെ ഞാൻ ആരാധന നടക്കുന്ന സമയത്ത് തന്നെ കാണുമായിരുന്നു. 2023 മാർച്ച് മാസത്തിൽ എനിക്ക് ഇടത് കണ്ണിൽ ശക്തമായ വേദന വന്നു. എന്താണ് വേദനയെന്നൊന്നും എനിക്കറിയില്ല, ഭയങ്കരമായ വേദനയായിരുന്നു. അപ്പോൾ ആ മാർച്ച് മാസത്തിലെ ഒരു ആരാധനയിൽ അച്ഛൻ ഇടത് കണ്ണിൽ ശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒരാളിന് ഈശോ സൗഖ്യം കൊടുക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചു. അത് എനിക്കായിരുന്നു. പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടില്ല. അതേപോലെ എനിക്ക് അൾസറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഈ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, വയറിൻ്റെ ഇടതുഭാഗത്ത് ശക്തമായി വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ വേദന അനുഭവിച്ച ഭാഗത്തിൻ്റെ പുറകിലായി എനിക്ക് ശക്തമായി തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു.
അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടില്ല. അൾസറിൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യമായി. അതേപോലെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കും. ഉപ്പും തേനും ഉടമ്പടി തൈലവും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് 20 വർഷത്തിലധികമായി അലർജി അസുഖം ഉണ്ടായിരുന്നു. 12 വർഷമായി ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പൂർണ്ണമായും ഇപ്പോൾ സൗഖ്യമായി. ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. അതേപോലെ ചെവിയിലൊരു മുഴക്കവും വേദനയും ഉണ്ടായിരുന്നു. അത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ അസുഖവും എനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു ക്രിയേറ്റിൻ്റെ കൂടുതലായിരുന്നു. അപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ക്രിയേറ്റിൻ നോർമലായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കൃപാസനം പത്രം ഞാൻ ആശുപത്രികളിലും ഓട്ടോ സ്റ്റാൻഡിലും പള്ളികളിലും തീർത്ഥാടന പള്ളികളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ വൃദ്ധസദനങ്ങളിൽ പോയി അവർക്കാവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. രോഗികൾക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിക്കാൻ ഉള്ള ക്യാഷൊക്കെ കൊടുക്കും. പിന്നെ പുതിയ തുണികൾ ആവശ്യമുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ചർച്ചിൻ്റെ പ്രയർ ഗ്രൂപ്പിൽ ചേർന്ന് ചർച്ചിൽ തന്നെയുള്ള രോഗികളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് പോകും. മെഡിക്കൽ കോളേജിലും RCC യിലും ഭക്ഷണം കൊണ്ട് കൊടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.